ഡിഗ്രിക്ക് ശേഷം PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നായാലോ? ജോയിൻ Prepwise UG+, കേരളാസ് No.1 PG എൻട്രൻസ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. CUET PG, IIT JAM, TISNET, CMAT കോച്ചിംഗ് പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഹലോ എവ്രിവൺ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET PG 2023 സംബന്ധിച്ചുള്ള ഒരു ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽ ആണ്, വിച്ച് ഈസ് ചോയ്സ് ഓഫ് സിറ്റീസ്. ചോയ്സ് ഓഫ് സിറ്റീസ് ആക്ച്വലി വളരെ ചെറിയൊരു ടോപ്പിക് ആണ്, അധികം സമയം തന്നെ ഞാൻ എടുക്കാൻ പോകുന്നില്ല. വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് നിങ്ങളോട് 2 സിറ്റി ആണ് ഇവര് ചൂസ് ചെയ്യാൻ പറയുന്നത്. NTA നിങ്ങളോട് 2 സിറ്റി ആണ് ഈ പറഞ്ഞ CUET PG 2023 അപ്പിയർ ചെയ്യുന്നതിനായിട്ട് ചൂസ് ചെയ്യാൻ പറയുന്നത്. അതിൽ തന്നെ കുറച്ച് നിർബന്ധങ്ങളും ഉണ്ട്. അതുപോലെ നിങ്ങൾ അതിൽ മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചില കോൺസിക്വൻസുകളൊക്കെ തന്നെയായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ വളരെ ചെറിയൊരു സെഷൻ ആയിരിക്കും. സോ ഇതുപോലത്തെ സെഷൻസ് എല്ലാം ലഭിക്കുന്നതിനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും when it comes to CUET PG. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെല്ലൈക്കൺ അമർത്തുക, സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ മറ്റ് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ when it comes to choice of cities. ഇവിടെ നോക്കുക, അപ്പൻഡിക്സ് 1-ൽ കൊടുത്തിരിക്കുന്ന സിറ്റികൾ മാത്രമേ നിങ്ങൾക്ക് എക്സാം സെന്റേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൽ തന്നെ 2 സിറ്റികളാണ്, നമ്മുടെ ഇഷ്ടത്തിനുള്ള 2 സിറ്റികളാണ് ചൂസ് ചെയ്യാൻ പറ്റുക. പക്ഷെ നമ്മുടെ ഇഷ്ടം എന്ന് പറയുമ്പോൾ പോലും നമ്മൾ കൊടുക്കുന്ന പെർമനന്റ് അഡ്രസ്സും അതുപോലെ പ്രസന്റ് അഡ്രസ്സും 2 അഡ്രസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ പെർമനന്റ് അഡ്രസ്സിന് അടുത്തുള്ള ഒരു സെന്റർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ ഇതിന് രണ്ടിനും അടുത്തുള്ള സെന്റേഴ്സ് മാത്രമേ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ കൊടുക്കുന്ന സെന്റേഴ്സിൽ തന്നെ മാക്സിമം നമുക്ക് അലോട്ട് ചെയ്ത് തരാൻ NTA ശ്രമിക്കും. പക്ഷേ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവിടെ തരാൻ പറ്റില്ല, എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് കാരണം അവിടെ ഒരുപക്ഷെ നമുക്ക് കിട്ടിയില്ല എന്ന് വരും. എന്നാലും NTA പറയുന്ന സെന്റർ എവിടെയാണോ അവിടെ പോയി എക്സാം എഴുതാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ഇവർ ആദ്യമേ പറയുന്നുണ്ട്. ഇപ്പോൾ ലോജിസ്റ്റിക് റീസൺസ് ഡിഫറെന്റ് സിറ്റി ക്യാൻ ബി അലോട്ടഡ്. സോ നമ്മൾ കൊടുത്ത 2 സിറ്റിനെ തരണമെന്നൊരു നിർബന്ധവുമില്ല, പക്ഷെ മാക്സിമം നമുക്ക് ആ സിറ്റികൾ തന്നെയാണ് ലഭിക്കുക. ഇനി സപ്പോസ് ആലോചിക്കുക, നിങ്ങളുടെ സിറ്റിയിൽ നിന്ന് നിങ്ങൾ ആകെ കുറഞ്ഞ ആൾക്കാർ 4-5 ആൾക്കാരെ ഒരു എക്സാം സെന്ററിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു സെന്റർ അവർ തന്നിരിക്കുന്ന സെന്ററിൽ പോലും അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അടുത്തുള്ള സെന്ററിലേക്ക് മാറി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഒരു സിറ്റിയിൽ ആൾക്കാർ കുറവാണെങ്കിൽ NTA റിസർവ്സ് ദ റൈറ്റ് ടു മെർജ് സിറ്റീസ്. 2 സിറ്റിയും കൂടെ മെർജ് ചെയ്തിട്ട് ഒറ്റ സിറ്റി ആക്കി അല്ലെങ്കിൽ ഒറ്റ സെന്റർ ആക്കി നടത്താനുള്ള പെർമിഷൻ NTA ഉണ്ട്. The decision of the NTA regarding the allotment of the city or center shall be final. No further correspondence or request shall be entertained in such a case. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, NTA നിങ്ങൾക്ക് ഇന്ന സെന്റർ തന്നു കഴിഞ്ഞു, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലാണ് ഈ സെന്റർ കാണാൻ സാധിക്കുക. അഡ്മിറ്റ് കാർഡിൽ ഇന്ന സെന്റർ തന്നു കഴിഞ്ഞാൽ ഇന്ന സിറ്റിയിൽ വെച്ചായിരിക്കും നിങ്ങളുടെ സിറ്റി ഇന്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയുണ്ട്. ഇന്ന സിറ്റിയിൽ വെച്ചായിരിക്കും ആദ്യം നിങ്ങളെ അറിയിക്കും. എന്നിട്ട് പിന്നെയാണ് എക്സാമിന്റെ 4-5 ദിവസം മുമ്പൊക്കെ ആയിട്ട് ഹോൾ ടിക്കറ്റ് വരിക. അപ്പൊ ഈ പറഞ്ഞ പോലെ സിറ്റി ഇന്റിമേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് തന്ന സിറ്റി ഏത് സിറ്റി ആണെങ്കിലും NTA ഭാഗത്തു നിന്ന് വന്നതാണെങ്കിൽ നിങ്ങൾ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്ന ഈ പോയിന്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള സിറ്റി വേണം സെലക്ട് ചെയ്യാൻ. ഇൻകറക്റ്റ് സെലക്ഷൻ ഓഫ് സിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും NTA ബാധ്യതയല്ല, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അപ്ലൈ ചെയ്യുന്നവർക്കാണെന്നും കൂടെ ഇവിടെ NTA പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾ സിറ്റി ചൂസ് ചെയ്യുമ്പോൾ 2 സിറ്റി ഏതെങ്കിലും രീതിയിൽ കൊടുത്താൽ പോരാ, നിങ്ങളുടെ പ്രയോറിറ്റി 1 ആൻഡ് പ്രയോറിറ്റി 2 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന സിറ്റി വേണം നിങ്ങൾ 1-ൽ കൊടുക്കാൻ. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരണം തോന്നുന്നില്ല, ബട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷന്റെ പുറത്ത് നിങ്ങൾ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റാത്ത ഒന്നായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നെന്ന് മാത്രം. ഈ പറഞ്ഞ പോലെ അടുത്തുള്ള സിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഏറ്റവും താല്പര്യമുള്ള സിറ്റി 1 കൊടുക്കുക. പിന്നെ സെക്കൻഡ് പ്രിഫറൻസ് ആണ് 2-ൽ കൊടുക്കേണ്ടത്. പലപ്പോഴും യൂണിവേഴ്സിറ്റികളെല്ലാം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിഫറൻസ് വൈസ് അല്ല കൊടുക്കുന്നത് എന്ന് വെച്ച് സിറ്റി കൊടുക്കുമ്പോൾ പ്രിഫറൻസ് അവിടെ കൃത്യമായിട്ട് മാറ്റർ ചെയ്യുന്നുണ്ട്. ഇനി ദോ എവറി എഫേർട്ട് വിൽ ബി മേഡ് ടു അലോട്ട് എ സെന്റർ ഇൻ വൺ ഓഫ് ദ സിറ്റി സെലക്ടഡ് ബൈ ദ കാൻഡിഡേറ്റ്, ദ NTA റിസർവ്സ് ദ റൈറ്റ് ടു അലോട്ട് എ സെന്റർ ഇൻ എ സിറ്റി അതർ ദാൻ ദ കാൻഡിഡേറ്റ്സ് ചോയ്സ്. അത് വീണ്ടും അവരെടുത്ത് പറയുന്നുണ്ട്. ബിക്കോസ് പലവട്ടം കുഴപ്പം വരാറുണ്ട് ഇങ്ങനെ, ഞാൻ കൊടുത്ത സിറ്റി അല്ല എനിക്ക് കിട്ടിയത്, ഞാൻ കൊടുത്ത സെന്റർ അല്ല എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഒരുപാട് ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് NTAക്ക് മെയിൽ അയക്കാം. ബിക്കോസ് ഞാൻ ഇപ്പം കാസർഗോഡ് നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് പോയി പരീക്ഷ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പകരം മലപ്പുറത്തോട്ടോ കോഴിക്കോട്ടേക്കോ ആക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ കേൾക്കുമായിരിക്കും. പക്ഷെ അതേ സ്ഥാനത്ത് അങ്ങനെ ഇപ്പൊ തിരുവനന്തപുരത്ത് പോയി എഴുതണം നമ്മളോട് പറയുകയാണെങ്കിൽ പോയി എഴുതുക എന്നുള്ളൊരു നിവൃത്തിയേ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്തടുത്തുള്ള സിറ്റീസ് കൊടുക്കാൻ നോക്കുക. മിക്കവാറും 99% നിങ്ങൾ കൊടുക്കുന്ന സിറ്റികളിൽ തന്നെ കിട്ടും. സപ്പോസ് ഇനി അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ NTAക്ക് കൈ കഴുകാനുള്ള അല്ലെ NTAക്ക് ഇതിൽ ഉത്തരവാദിത്തം ഒഴിയാനുള്ള ഒരു ക്ലോസ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. ബട്ട് ആദ്യമേ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് കൊണ്ട് പിന്നെ നമുക്കതിന് ഒന്നും പറയാനുണ്ടാവില്ല. സോ therefore നിങ്ങൾ സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ, സിറ്റി ചൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള സിറ്റികൾ കൊടുക്കുക. ആൻഡ് ഇത്രയേ ഉള്ളൂ. ഇതിൽ ഇനി പറയുന്നത് നിങ്ങളുടെ സൗകര്യത്തിനായിട്ട് NTA മാക്സിമം എല്ലാം ചെയ്തു തരാൻ ശ്രമിക്കും. എസ്പെഷ്യലി PWD കാൻഡിഡേറ്റ്സിനെല്ലാം തന്നെ അലോട്ടിംഗ് സെന്റേഴ്സ് വരുമ്പോൾ, ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ അല്ലെ സെന്റേഴ്സ് അലോട്ട് ചെയ്യുന്ന ഒരു
പ്രോസസ്സിൽ മാക്സിമം നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ആണ് കിട്ടിയെങ്കിൽ അവിടെ പോയി പരീക്ഷ എഴുതേണ്ടതാണ്. ഇനി കേരളത്തിലെ സെന്റേഴ്സിലേക്ക് വരാം. ഏകദേശം 15-16 സെന്റേഴ്സ് ആണ് കേരളത്തിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഈ കോഡ് നോക്കണ്ട. കോഡ് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. 1 കഴിഞ്ഞ് 3 ആണ് വരുന്നത്. അതുപോലെ ഇവിടെ 11 കഴിഞ്ഞ് 13 ആണ് വരുന്നത്. ഇത് ആക്ച്വലി ആൽഫബറ്റിക് ഓർഡറിലാണ് ഇവർ അടുക്കിയിരിക്കുന്നത്. ACEIKMETTW. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ യൂഷ്വൽ KL കോഡ്സുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല. ആലപ്പുഴ, ചെങ്ങന്നൂർ, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട് അല്ലെങ്കിൽ കാലിക്കറ്റ്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശൂർ, വയനാട്. അപ്പൊ എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ ചെങ്ങന്നൂർ സെന്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. മേ ബി സെന്ററിനോട് അടുത്തൊക്കെ ആയിരിക്കും, ആസ് ഇൻ ടൗണിനോടൊക്കെ അടുത്തായിരിക്കാം സെന്റേഴ്സ് കിട്ടുന്നത്. എങ്ങനെയാണെങ്കിലും എല്ലാ ജില്ലയിലും ഒരു സെന്റർ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു 3-4 മണിക്കൂറൊക്കെ ആയിരിക്കും മാക്സിമം നിങ്ങളുടെ ട്രാവൽ വരിക. അതിനപ്പുറത്തേക്ക് ഒരു ജേർണി വേണ്ടി വരും തോന്നുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ. അല്ലാതെ ബാക്കിയുള്ള ജില്ലകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മേ ബി കുറച്ചുകൂടെ സമയം നേരത്തെ നിങ്ങൾ ഇറങ്ങേണ്ടി വരും. നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ ഇത്രയും സെന്റേഴ്സ് ആണ് എന്തായാലും CUET PGക്ക് ആയിട്ട് NTA നിലവിൽ തന്നിരിക്കുന്നത്. ഇത്രയും സിറ്റീസ് ആണ്, അല്ലെ ഇത്രയും സിറ്റീസിലെ സെന്റേഴ്സിലാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുക. ഇത്രയുമാണ് ഈ സെഷനിൽ പറയാനുള്ളത്. അപ്പൊ ഏതൊക്കെ സെന്റേഴ്സ് ഉണ്ട് നിങ്ങൾ കണ്ടു. സെന്റർ മാറി കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. 2 സെന്റേഴ്സേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 2 സെന്റേഴ്സിലും കിട്ടാനുള്ള സാധ്യതയും അത്രയും കൂടുതലാണ്. 2 അടുത്തടുത്തുള്ള സെന്റേഴ്സ് കൊടുത്താലും മതിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ സെന്റേഴ്സ് കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള 2 സെന്ററിൽ ഒന്ന് കിട്ടുന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. സപ്പോസ് ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ അവർ തരുന്ന സെന്ററിൽ പോയി എക്സാം എഴുതാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇത്രയുമാണ് ഈ സെഷനിലുള്ളത്. ഇനി നിങ്ങൾക്ക് ഏതൊരു സപ്പോർട്ട് വേണമെങ്കിലും യു ക്യാൻ ഓൾവേസ് കണക്ട് UG+. ഈ പറയുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ നമ്പർ ആണ്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ CUET PGയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കോഴ്സിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ കൃത്യമായി റിപ്ലൈ തരുന്നതായിരിക്കും. സോ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം.